ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ മൊഡ്യൂൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ നമ്മുടെ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡി ബി ഡിസൈനാണ് കംപ്ലീറ്റ് ചെയ്തത്. ആ ഡി ബി ഡിസൈൻ വെച്ചിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിന് ആവശ്യമായിട്ടുള്ള മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്ലാൻ ചെയ്യുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ടൈം ഡിസ്കസ് ചെയ്ത ഡി ബി ഡിസൈൻ നമുക്കെടുക്കാം. ഓക്കെ, സോ ലാസ്റ്റ് ടൈം നമ്മൾ യൂസേഴ്സ്, അതേപോലെ പ്രോഡക്ട്സ്, ഓർഡേഴ്സ്, പേയ്മെൻറ്റ്സ്, അങ്ങനെ കുറച്ച് ടേബിൾസ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു ടേബിൾസ് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ വേണ്ടതെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസേഴ്സ് ടേബിൾ ഉണ്ട്, കാറ്റഗറീസ് ടേബിൾ ഉണ്ട്, പ്രോഡക്ട്സ് ഉണ്ട്, ഓർഡേഴ്സ് ഉണ്ട്, ഓർഡർ ഐറ്റംസ് ആൻഡ് പേയ്മെൻറ്റ്സ്. സോ ഈ ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം. കുറച്ചും കൂടി വലിയ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ യൂസ് കേസും നമ്മുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം മൊഡ്യൂൾസിനെ. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കുറച്ചും കൂടി സിമ്പിളറായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇൻ കേസ് നമ്മുടെ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ യൂസേഴ്സ് എന്നുള്ള ആ ഒരു ടേബിളിന്, അല്ലെങ്കിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻറ്റിറ്റിയെ നമുക്ക് യൂസർ മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ കാറ്റഗറി മൊഡ്യൂളായിട്ട് കൺസിഡർ ചെയ്യാം. പ്രൊഡക്ട്സ് ആണെങ്കിൽ പ്രൊഡക്റ്റ് മൊഡ്യൂളായിരിക്കും. ഓർഡേഴ്സും ഓർഡർ ഐറ്റംസും നമുക്ക് ഒരു എൻറ്റിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു ടേമിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഓർഡർ മൊഡ്യൂളിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർഡർ ഐറ്റംസും ഓർഡേഴ്സും കീപ്പ് ചെയ്യാം. പേയ്മെൻറ്റ്സ് നമുക്ക് പേയ്മെൻറ്റ് മൊഡ്യൂളിലും കീപ്പ് ചെയ്യാം. ഇതല്ലാതെ കുറച്ച് എക്സ്ട്രാ മൊഡ്യൂൾസ് കൂടി നമ്മുടെ ആപ്ലിക്കേഷൻസിലോട്ട് വരും. സോ നമുക്ക് അത് ആദ്യം ചെക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി കുറച്ച് മൊഡ്യൂൾസ് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത് നെസ്റ്റേഴ്സിലാണ്. സോ നെസ്റ്റേഴ്സിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഒരു നെസ്റ്റേഴ്സ് ആപ്ലിക്കേഷൻ മിനിമം 1 മൊഡ്യൂളെങ്കിലും ഉണ്ടായിരിക്കും. അതായത് അതിൻ്റെ റൂട്ട് മൊഡ്യൂൾ, അതായത് ആപ്പ് മൊഡ്യൂൾ. നമ്മൾ ഓൾറെഡി നമ്മുടെ കോഡ് ബേസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആ ഒരു റെപ്പോയിൽ, അല്ലെങ്കിൽ ആ ഒരു കോഡ് ബേസിൽ നമുക്ക് ആപ്പ് മൊഡ്യൂൾ ഓട്ടോമാറ്റിക്കലി സ്കഫോൾഡ് ആയത് കാണാൻ പറ്റുമായിരുന്നു. അതാണ് നമ്മുടെ ബേസ് മൊഡ്യൂൾ. ആ ഒരു ആപ്പ് മൊഡ്യൂളിൻ്റെ താഴെയാണ് ബാക്കി എല്ലാ മൊഡ്യൂൾസ്, അല്ലെങ്കിൽ ഫീച്ചർ മൊഡ്യൂൾസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത മൊഡ്യൂൾസ് എല്ലാം ഫീച്ചർ മൊഡ്യൂൾസ് ആയിരുന്നു. അതല്ലാതെ നെസ്റ്റേഴ്സ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് വേറെയും ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൊഡ്യൂൾസ് ഉണ്ട്. ഓരോന്നിനും ഓരോ യൂസ് കേസ് ഉണ്ട്. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കോൺഫിഗ് മൊഡ്യൂളാണ്. ഇതൊരു ഇൻബിൽഡ് മൊഡ്യൂളാണ്. കോൺഫിഗ് മൊഡ്യൂൾ നമ്മൾ മെയിൻലി നമ്മുടെ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ENV, അതായത് ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സീക്രട്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഉണ്ടായിരിക്കും നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അതിൽ സീക്രട്സ് ഉണ്ടാവാം, വേരിയബിൾസ് ഉണ്ടാവാം, എന്ത് വേണമെങ്കിലും ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഇത് എൻവയോൺമെൻറ്റ്സ് മാറുന്നതിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന വേരിയബിളാണ്. അതായത് എന്താ, ഈ ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എനിക്ക് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ഒരു കോൺഫിഗ് മൊഡ്യൂൾ വെച്ചിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് എൻവയോൺമെൻറ്റ്സ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ENV ഫയലിലെ വാല്യൂസ് അത് ഓട്ടോമാറ്റിക്കലി പിക്ക് ചെയ്തോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിൽഡ് ഇൻ മൊഡ്യൂളാണ് കോൺഫിഗ് മൊഡ്യൂൾ. ഇത് നെസ്റ്റേഴ്സിൻ്റെ ഒരു ബിൽഡ് ഇൻ മൊഡ്യൂളാണ്. നമുക്കിത് നെസ്റ്റേഴ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യും. നെക്സ്റ്റ് മൊഡ്യൂളാണ് ഡാറ്റാബേസ് മൊഡ്യൂൾ. ഡാറ്റാബേസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ DB ഡിസൈൻ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ടേബിൾസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഈ ടേബിൾസ് എല്ലാം നമ്മളൊരു ഡാറ്റാബേസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഡാറ്റാബേസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്യാനും അത് യൂസ് ചെയ്ത് ക്വറി ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഡാറ്റാബേസ് മൊഡ്യൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റാബേസ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് മൊഡ്യൂളായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് റൺ ടൈമിൽ നമുക്ക് ഡാറ്റാബേസ് കണക്ട് ചെയ്യാനും നമുക്ക് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഡിഫറെൻറ്റ് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് മൊഡ്യൂൾ ഒരു ഡൈനാമിക് മൊഡ്യൂളായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്ന മൊഡ്യൂൾസ് ആണ് ഫീച്ചർ മൊഡ്യൂൾസ്. അതായത് നമ്മൾ നേരത്തെ നമ്മുടെ DB ഡിസൈൻ വെച്ചിട്ട് നമ്മൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂൾസ് ആണ് ഫീച്ചർ മൊഡ്യൂൾസ്. ഈ മൊഡ്യൂൾസ് എന്താ, നമ്മുടെ റിക്വയർമെൻറ്റിന് അനുസരിച്ചിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ വലുതാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ മൊഡ്യൂൾസ് ആഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ബേസിക്കലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട മൊഡ്യൂൾസ് ആണ് യൂസർ മൊഡ്യൂൾ, കാറ്റഗറി മൊഡ്യൂൾ, പ്രൊഡക്റ്റ് മൊഡ്യൂൾ, ഓർഡർ മൊഡ്യൂൾ ആൻഡ് പേയ്മെൻറ്റ് മൊഡ്യൂൾ. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന മൊഡ്യൂളാണ് ഷെയർഡ് മൊഡ്യൂൾ. ഷെയർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത്
നമ്മുടെ ആപ്ലിക്കേഷൻസിൽ ഈ ബാക്കിയുള്ള ഫീച്ചർ മൊഡ്യൂൾസോ അല്ലെങ്കിൽ ഡൈനാമിക് മൊഡ്യൂൾസോ ചിലപ്പോൾ കുറച്ച് സർവീസസ് അല്ലെങ്കിൽ കുറച്ച് ഫങ്ഷനാലിറ്റീസ് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഫങ്ഷനാലിറ്റീസ് ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഷെയർഡ് മൊഡ്യൂൾ കീപ്പ് ചെയ്യുന്നത്. അതായത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫങ്ഷനാലിറ്റി എല്ലാ മൊഡ്യൂളിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം നമ്മളൊരു ഷെയർഡ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ റിയൂസ് ചെയ്യേണ്ട ഫങ്ഷനാലിറ്റീസ് എല്ലാനും ആ ഷെയർഡ് മൊഡ്യൂളിൻ്റെ അകത്തായിരിക്കും വെക്കുന്നത്. എന്നിട്ട് ആ ഒരു ഷെയർഡ് മൊഡ്യൂൾ നമ്മളെല്ലായിടത്തും യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷെയർഡ് മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെസ്റ്റേഴ്സിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫീച്ചർ മൊഡ്യൂളിൽ വേറെ ഒരു ഫീച്ചർ മൊഡ്യൂളിലുള്ള ഒരു ഫങ്ഷനാലിറ്റി വേറെ ഒരു ഫീച്ചർ മൊഡ്യൂളിൽ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫീച്ചർ മൊഡ്യൂളിനെ ആ മറ്റേ ഫീച്ചർ മൊഡ്യൂളിൽ ഇമ്പോർട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഷെയർഡ് മൊഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഷെയർഡ് മൊഡ്യൂൾ മിക്ക ഫീച്ചർ മൊഡ്യൂളിലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊരു ഫീസിബിൾ ആയിട്ടുള്ള കാര്യം, അതൊരു ഗുഡ് പാറ്റേൺ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വരുന്ന മൊഡ്യൂളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് ഫീച്ചർ മൊഡ്യൂൾസിൽ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ട മൊഡ്യൂളുകളാണെങ്കിൽ നമ്മൾ അതിനെ ഗ്ലോബൽ മൊഡ്യൂളായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഗ്ലോബൽ മൊഡ്യൂളിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബാക്കിയുള്ള മൊഡ്യൂൾസിൽ അത് ഇമ്പോർട്ട് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് അതിനെ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷൻ ചെയ്യാൻ പറ്റും. ഈ ഒരു കോൺഫിഗ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ബിൽഡിൻ മൊഡ്യൂൾ ഓട്ടോമാറ്റിക്കലി അതൊരു ഗ്ലോബൽ മൊഡ്യൂളാണ്. ഈ കോൺഫിഗ് മൊഡ്യൂൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാതെ തന്നെ എല്ലായിടത്തും അത് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡാറ്റാബേസ് മൊഡ്യൂൾ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നതും എങ്ങനെയാണ് ഡാറ്റാബേസ് കണക്ട് ചെയ്യുന്നതെന്നും ഡിസ്കസ് ചെയ്യാം. Thank you.